പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയായിരുന്നു. വിജിൻ വായന്തോടിലേക്ക് വീണ്ടും പോകുന്നു. വിജിൻ, ഈ പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് തന്നെയാണ്, നെല്ല് സംഭരണത്തിന് പണം കൊടുക്കാൻ കഴിയാത്ത സർക്കാർ എങ്ങനെ ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്തുമെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. വളരെ ആലോചിച്ചുള്ള ഒരു പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ വന്നത്. ക്ഷേമ പെൻഷൻ വർധന, ഒപ്പം തന്നെ സ്ത്രീകൾക്കുള്ള പെൻഷൻ നൽകൽ, അതൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കരുതലോടെയുള്ള പ്രതികരണത്തിലേക്ക് മാത്രമേ പോകാൻ കഴിയൂ. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത് 2500 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു സർക്കാർ പ്രകടനപത്രികയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും കാലം അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആരോപണം ഒക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഒരുപാട് കുടിശ്ശികകൾ പല മേഖലകളിലും കൊടുത്തു തീർക്കാനുണ്ട്. അതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ, ഒപ്പം തന്നെ ക്ഷേമനിധി ബോർഡിൽ ഉള്ള കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ കൊടുത്തു തീർക്കും എന്നുള്ളതിൽ തന്നെയാണ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ധനമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് അതിനുള്ള പണം ബാധ്യതയായി നിൽക്കും. ഏകദേശം 10,000 കോടി രൂപ അധികമായി സർക്കാരിന് ചെലവ് വരുന്നതാണ് പുതിയ പ്രഖ്യാപനങ്ങൾ. അത് കൂടുതൽ ബാധ്യത തന്നെയാണ്. പക്ഷേ അത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അത് ഏത് വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പ്രതിപക്ഷം ആ ആരോപണം നേരത്തെ തന്നെ ഉന്നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം പലതരത്തിലുള്ള കുടിശ്ശികയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ഗഡു ഇനിയും കൊടുത്തു തീർക്കാനുണ്ട്. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനിൽ ഇനിയും പല ഗഡുക്കൾ ബാക്കി കൊടുക്കാനുണ്ട്. ഒരു ഗഡുവാണെന്ന് തോന്നുന്നു, അങ്ങനെ കൊടുത്തു തീർക്കാനുണ്ട്. ഒപ്പം തന്നെ ആശമാർ 21,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ 1000 രൂപ മാത്രമാണ്. ഏകദേശം 1,500 രൂപ വരെ വർദ്ധിപ്പിക്കാം എന്നുള്ളതായിരുന്നു സർക്കാർ തന്നെ നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തലും. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ 1000 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചുരുങ്ങിയ തുക മാത്രമാണ് അംഗനവാടി ടീച്ചേഴ്സിനും ഹെൽപ്പർമാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാത്തിലും വർധനയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. നവംബർ മാസം മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1-ാം തീയതി നിയമസഭയിൽ ഇതിൻ്റെ പ്രഖ്യാപനം നടത്തും. അതിലായിരിക്കും ഏത് വിഭാഗത്തിൽ നിന്നൊക്കെ ഫണ്ട് സ്വീകരിച്ചാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന കാര്യം ധനമന്ത്രി വ്യക്തമാക്കുക. അതിനു മുമ്പ് മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ് ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നത്. ഈ ഫണ്ട് എവിടെ നിന്ന് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ തുക, ഇപ്പോൾ പ്രഖ്യാപിച്ച തുക കൊടുക്കാൻ തന്നെയായിരിക്കും, മുടക്കമില്ലാതെ കൊടുക്കാൻ തന്നെയായിരിക്കും സർക്കാർ തീരുമാനിക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടായിരിക്കണം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. എന്തായാലും വലിയ പ്രതിസന്ധികൾക്കിടെ സർക്കാർ ഒരു ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. പക്ഷേ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.